ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി US സെനറ്റ് അംഗം റിക് സ്കോട്ട്. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാനെ പ്രകീർത്തിച്ച് സംസാരിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും അമേരിക്ക സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് റിക് സ്കോട്ട് വ്യക്തമാക്കി. ടെഹ്റാനിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഇറാനും പാകിസ്ഥാനും സഹോദര രാജ്യങ്ങളാണെന്നും ഏത് സാഹചര്യത്തിലും തങ്ങൾ ഒപ്പം നിൽക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്ത് US സെനറ്റർ രംഗത്തെത്തിയത്. മധ്യസ്ഥ ശ്രമങ്ങളുമായി വരുന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആഗോള ഭീകരൻ ഒസാമ ബിൻ ലാദന് ഒളിത്താവളമൊരുക്കിയ രാജ്യമാണിതെന്ന് റിക് സ്കോട്ട് തന്റെ എക്സ് ഹാൻഡിലിൽ കുറിച്ചു. സ്വന്തം രാജ്യത്ത് മതനിന്ദ ആരോപിച്ച് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ ഇറാന്റെ ഭരണാധികാരിയെ പരസ്യമായി പുകഴ്ത്തുന്ന പാക് പ്രധാനമന്ത്രിക്ക് US ഇറാൻ സമാധാന കരാറിൽ ഇടപെടുവാൻ യാതൊരു അവകാശവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാര്യം ഇസ്ലാമാബാദ് വ്യക്തമായി അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഞങ്ങൾ അതീവ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ടെഹ്റാനിൽ വെച്ച് പാക് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു റിക് സ്കോട്ടിന്റെ പ്രതികരണം. ഇറാന്റെ ഔദ്യോഗിക ദുഃഖാചരണ ചടങ്ങുകളിൽ പാക് പ്രധാനമന്ത്രിക്കൊപ്പം സൈനിക മേധാവി ജനറൽ അസീം മുനീറും പങ്കെടുത്തിരുന്നു. മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള അമേരിക്കൻ സെനറ്ററുടെ ഈ പരസ്യ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ വിള്ളലുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്.